പഠിക്കാൻ നെറേറ്റീവ് ആണ്. നെറേറ്റീവിന്റെ പേരിൽ തന്നെ എന്താണ് നെറേറ്റ് ചെയ്യാത്രേ ഉള്ളൂ. ഒരു കഥയുണ്ടാവും, ആ കഥയും കൂടെ നെറേറ്റ് ചെയ്യുക. 2-3 പോയിന്റ്സ് ഓർത്ത് വെക്കുക. നെറേറ്റീവ് ആസ് സ്പോക്കൺ ഓർ റിട്ടൺ അക്കൗണ്ട് ഓഫ് കണക്റ്റഡ് ഈവൻസ്. ഒരു ഈ കണക്റ്റഡ് ആയിട്ടുള്ള ഈവൻസിന്റെ ഒരു കഥ. കണക്റ്റഡ് ഈവന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താ സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു കഥ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടുള്ള ഈ കുറെ ഈവൻസ് അല്ലേ. അതിനെപ്പറ്റി നിങ്ങൾ എഴുതുക. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം റീകോൾ ദി ഈവൻസ് ഇൻ ദ ഓർഡറിൽ നിങ്ങൾ കഥ വരണം. അല്ലാണ്ട് ഭയങ്കര ഭീകര സിനിമ പോലെ അവസാനത്തെ സീൻ ആദ്യം കാണിച്ച് പിന്നെ ആദ്യത്തെ സീനിലേക്ക് എത്തിക്കൊന്നും വേണ്ട. ഓക്കെ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അത്രയും ഭീകരാകാൻ നോക്കണ്ട. സാധാരണ പോലെ പറഞ്ഞാൽ മതി അല്ലേ. നെക്സ്റ്റ്, പോർട്രേ ദ ക്യാരക്ടേഴ്സ് വെൽ. ക്യാരക്ടേഴ്സിനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽസ് അത്യാവശ്യം കൊടുക്കണം. അതിൽ ക്യാരക്ടർ സ്കെച്ച് അലൻ സാറിന്റെ ക്യാരക്ടർ സ്കെച്ച് അലൻ സാർ കുറച്ചൊന്നും പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ചിലെ കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ ഉപയോഗിക്കുക. നെക്സ്റ്റ്, നരേറ്റീവ് ഇവന്റ്സ് അപ്രോപ്രിയേറ്റ്ലി കീപ്പിംഗ് ദ കോണ്ടെക്സ്റ്റ് വിട്ട് പോകരുത്. അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു എക്സാമ്പിളിലൂടെ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് കഥ പോലെ എഴുതുക. അത്രേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാൻ പാടുണ്ടോ നാരേറ്റീവിൽ? പാടില്ല. നരേറ്റീവില് നിങ്ങളൊരു കഥ പറയുകയാണ്, നിങ്ങൾ കഥ പറഞ്ഞാൽ മാത്രം മതി. നിങ്ങളുടെ ഒപ്പീനിയൻ വേണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പുതിയ ഇറങ്ങിയതായിരുന്നു സാമർത്ഥ്യശാസ്ത്രം എന്ന് പറഞ്ഞ വെബ് സീരീസിന്റെ നിങ്ങളോട് നരേറ്റീവ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാമർത്ഥ്യശാസ്ത്രത്തിന്റെ കഥ മാത്രം എഴുതി വെച്ചാൽ മതി. അല്ലാണ്ട് അത് ശരിയായില്ല, സാമർത്ഥ്യശാസ്ത്രത്തിൽ ഇതിങ്ങനെ ചെയ്തപ്പോൾ മറ്റേ ആള് നമ്മുടെ നീലിൻ സാൻഡ്രയുടെയും നമ്മുടെ സബരീഷിന്റെയും രണ്ടുപേരുടെ ലവ് സ്റ്റോറി സൂപ്പർ ആയിരുന്നു, ഞാൻ ഇങ്ങനെ ടച്ച്ഡ് ആയി എന്നൊന്നും എഴുതരുത്. നിങ്ങളെ കഥ നരേറ്റ് ചെയ്താൽ മാത്രം മതി. അതിനിടയിൽ കൂടെ നിങ്ങളുടെ അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അത് എന്തായി പോവും? അത് റൈറ്റപ്പ് ആയി പോകും. ഓക്കെ, അപ്പൊ നരേറ്റീവ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? കഥ മാത്രം എഴുതി വെക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ ഇടാൻ പാടില്ല. അതാണ് നിങ്ങൾ മിക്കവാറും ഉണ്ടാക്കാൻ പോകുന്ന മിസ്റ്റേക്ക്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഒപ്പീനിയൻ പാടില്ല, കഥ എഴുതി വെക്കുക. അത്രേ ഉള്ളൂ. സീക്വൻസിൽ കഥ എഴുതി വെക്കുക കേട്ടോ, കറക്റ്റായിട്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആൻസറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നെറ്റ് എന്നല്ല, നമ്മുടെ വാട്സപ്പിൽ നിന്ന് നിങ്ങൾ അയച്ചു തരുമ്പോൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എഴുതേണ്ടത്. അതിൽ കൂടുതലൊന്നുമില്ല കേട്ടോ. നരേറ്റീവ് വളരെ സിമ്പിളാണ്. 1-2 പ്രാക്ടീസ് ക്വസ്റ്റൻസും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാക്കിയാൽ മതി. ഞാൻ വീണ്ടും പറഞ്ഞാലേ ഒരു പക്ഷേ ഇതേ ചോദ്യം തന്നെയാണ് പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായി? ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പരീക്ഷയിൽ പോകുമ്പോൾ ഒന്നും കൂടി ഒന്ന് മാറ്റിയെടുത്താൽ മതിയോ?